കൊല്ലം കോർപ്പറേഷനടക്കം കൊല്ലത്ത് ബി.ജെ.പി. വലിയ ചരിത്രപരമായ വിജയമാണ് നേടിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റാണ്. കൊല്ലം കോർപ്പറേഷനിൽ വലിയ വിജയം 6-ൽ നിന്ന് 12-ലേക്കുള്ള കുതിച്ചുചാട്ടമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചുള്ളത്. ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ യു.ഡി.എഫിന്റെ കരമുണ്ട് എന്നുള്ളതാണ് ഇടതുമുന്നണി ഇപ്പോൾ ആരോപിക്കുന്നത്. ഇല്ലല്ല, യു.ഡി.എഫിന്റെ കരം ഉണ്ടാവുമെന്ന് പറയുന്നത് യു.ഡി.എഫിന്റെ നിലവിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലവും ഈ കോർപ്പറേഷനിലെ ഒരു യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ കോർപ്പറേഷനകത്ത് ബി.ജെ.പിയുടെ 6 ജനകീയ കൌൺസിലർമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം, അതോടൊപ്പം തന്നെ കോർപ്പറേഷന് പുറത്ത് ഒരു സന്ധിയില്ലാത്ത സമരത്തിനാണ് ബി.ജെ.പിയും യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കമുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള സമരം. ഇവിടെ കൊല്ലത്തെ ജനങ്ങളോട് ഞങ്ങൾ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടമാടിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഭരണം കൊല്ലമാണ്. അപ്പം ഇതിനെതിരായി ഒരു വലിയ ക്യാമ്പയിൻ ബി.ജെ.പി. നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബി.ജെ.പി. നടത്തിയിരുന്നത് ബി.ജെ.പിയുടെ വികസിത കേരളം എന്ന സംസ്ഥാന തലത്തിലുള്ള നമ്മുടെ മുദ്രാവാക്യം. അത് കൊല്ലത്ത് വന്ന സമയത്ത് വികസിത കൊല്ലം, വികസിതമായിട്ടുള്ള കൊല്ലത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടുന്ന ഒരു വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് കൊല്ലത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. അതാണോ വിജയത്തിലേക്ക് നയിച്ചത്? 100% ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, ഞങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന 6 കൌൺസിലർമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം, നിലവിൽ 6 സീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, 5 ഡിവിഷനുകൾ നമ്മൾ നിലനിർത്തി. 6ാമതൊരു ഡിവിഷൻ എന്ന് പറയുന്നത് മങ്ങാട് ഡിവിഷനാണ്. ആ മങ്ങാട് ഡിവിഷനിലെ കൌൺസിലറുള്ള ബഹുമാനുള്ള ഗിരീഷ് തൊട്ടടുത്ത് അറുന്നൂറ്റിമംഗലം എന്ന ഡിവിഷനിൽ ജയിച്ചു. ആ മങ്ങാട് ഡിവിഷന്റെ ചരിത്രം നമുക്കറിയാം. മങ്ങാട് ഡിവിഷൻ ഏതാണ്ട് 4-5 പാർട്ടായി വെട്ടിമുറിക്കപ്പെട്ടു. എന്നിട്ടും അവിടെ ബി.ജെ.പി. നല്ല മുന്നേറ്റം ആ മങ്ങാട് ഡിവിഷനിലും നടത്തി. ചെറുക്കരയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്, ഭരിക്കാൻ പറ്റും. ചെറുക്കരയിൽ ഭരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ നോക്കുന്നുണ്ട്. ബി.ജെ.പി. ആണ് അവിടുത്തെ ഒറ്റകക്ഷി. സ്വാഭാവികമായും ആ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ നമുക്ക് തന്നെയാണ് അതിനുള്ള സാധ്യതയുള്ളത്. അതിനുള്ളൊരു പരിശ്രമം ബി.ജെ.പി. ചെയ്യും. പല പഞ്ചായത്തുകളിലും പ്രതിപക്ഷത്തിരിക്കാൻ ഉള്ള സീറ്റിലേക്കാണ് ബി.ജെ.പി. എത്തുന്നത്. അവിടെ പ്രതിപക്ഷം തന്നെയായിരിക്കും ബി.ജെ.പി. ഉണ്ടാവുക, ശക്തമായ പ്രതിപക്ഷമായി തന്നെ ഉണ്ടാകുമോ? 100%. കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കൊല്ലത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നിലവിൽ നമ്മൾ എടുത്തിട്ടുള്ള എഫർട്ട് ഒന്നുകൂടി ഐക്യപ്പെടലുകൾ ഉണ്ടാകത്തില്ല, ഒരു ധാരണ ഉണ്ട്. അത് ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവർ 2 മുന്നണികളാണ്. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയവും ബി.ജെ.പി. ആഗ്രഹിക്കുന്നില്ല. ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത് വികസനം തന്നെയാണ്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ഒരു സന്ധിയില്ലാത്ത പോരാട്ടത്തിനാണ് ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തന്നൂർ മേഖലയാണ്. ചാത്തന്നൂർ മേഖല ബി.ജെ.പിയുടെ ഒരു A-ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ വലിയ വിജയം ആ പഞ്ചായത്തുകളിലും ആ ഡിവിഷനിലടക്കം നേടാൻ കഴിഞ്ഞു. വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ ബി.ജെ.പിക്ക്? തീർച്ചയായിട്ടും. ഇപ്പൊ ചാത്തന്നൂർ പഞ്ചായത്ത് നിലവിൽ ബി.ജെ.പിക്ക് 4 മെമ്പർമാരായിരുന്നു, അത് 7 വർദ്ധിച്ചു. ചിറക്കര പഞ്ചായത്ത് ബി.ജെ.പിക്ക് നിലവിൽ 2 പേരാണ്, അത് 6 വർദ്ധിച്ചു. പൂതക്കുളം പഞ്ചായത്ത് നിലവിൽ 3 പേരാണ്, അത് 6 വർദ്ധിച്ചു. പറവൂർ മുനിസിപ്പാലിറ്റി നിലവിൽ 4 അത് 6 വർദ്ധിച്ചു. ആദിച്ചനല്ലൂർ നിലവിൽ നമുക്ക് 5 അത് 7 വർദ്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കല്ലുവാതുക്കൽ 2ാം സ്ഥാനത്ത്, വളരെ കുറച്ച് വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത് ചാത്തന്നൂർ ഒരു വലിയ മുന്നേറ്റം, ആകെയുള്ള ജനപ്രതിനിധികളുടെ ഇരട്ടിയോട് അടുത്ത് ഒരു മുന്നേറ്റം, 100% അടുത്ത് വർധനവ് നമുക്ക് കൊല്ലത്താകമാനം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. അത് കൊല്ലം കോർപ്പറേഷനെ പോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം ആ വോട്ടിംഗ് പെർസെന്റേജ്, വലിയ ഗണ്യമായ തോതിലുള്ള വോട്ടിംഗ് പെർസെന്റേജാണ് ബി.ജെ.പിക്ക് വോട്ടിംഗ് പെർസെന്റേജ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ബി.ജെ.പിയെ, കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിപ്പം ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശ്ശൂരാണ് ബി.ജെ.പി. അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്താൽ ജയിക്കില്ല എന്നുള്ള ഒരു പൊതുധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ ആയിരുന്നു അങ്ങനെ ജയിക്കുന്ന നിലയിൽ ഒരു വലിയ പ്രചരണം നടക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. പക്ഷെ ആ ധാരണ പൂർണ്ണമായി മാറ്റുന്ന ഭരണവിരുദ്ധ വികാരം മാത്രമാണോ അതോ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഗുണം ചെയ്തോ? അല്ല, ശബരിമല സ്വാഭാവികമായി ജനങ്ങളുടെ ചർച്ചയിലുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ആ ശബരിമലയിൽ ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ അഴിമതിയെ സംബന്ധിച്ച്, സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് ഒക്കെ അത് ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അതിനോടൊപ്പം ശബരിമലയായാലും വിലക്കയറ്റമായാലും അഴിമതിയായാലും ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വികസനം ചർച്ച ചെയ്ത സമയത്ത് ഈ 2 മുന്നണികളും, ഇപ്പം കോൺഗ്രസ് ഇടതുപക്ഷം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ്, കോൺഗ്രസ് പറഞ്ഞത് മുകേഷ് എം.എൽ.യുടെ വിഷയമാണ്. അപ്പം ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ വികസനം ചർച്ച ചെയ്ത്, പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്ത വികസനത്തിന്റെ ഒരു ഉപഭോക്താവായി കോൺഗ്രസ്, ഞങ്ങൾ നടത്തിയ പ്രചരണത്തിന്റെ ഒരു പങ്ക്, ആ പ്രചരണത്തിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കൊല്ലം കോർപ്പറേഷൻ ബി.ജെ.പിയുടെ ഒരു B-ക്ലാസ്സിൽ നിന്ന് A-ക്ലാസ്സിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു യു.ഡി.എഫിന് പോലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായതായി, അല്ലെ? ആരും അങ്ങനെ യു.ഡി.എഫ് എന്നുള്ള നിലയിൽ, യു.ഡി.എഫിന് പോലും ആ നിലയിൽ ബി.ജെ.പിക്കും പിറകിൽ പോകും എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ എന്തായാലും ജനങ്ങൾ ചില മേഖലകളൊക്കെ അവരെ നല്ല രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായ ഒരു പഠനം നടത്തിയതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും.
ഉറപ്പിച്ച സ്ഥലങ്ങളിൽ തോൽവി ഉണ്ടായിട്ടുണ്ട്. 2 സീറ്റിലൊക്കെ വിജയം പ്രതീക്ഷിച്ചതാണ്. സ്വാഭാവികമായി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴടക്കം 14 സീറ്റ് എന്നുള്ളതായിരുന്നു ലക്ഷ്യം വെച്ചത്. അവിടേക്ക് ഒരു പരിശോധന ഉണ്ടാകുമോ ഈ കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റയിടങ്ങളിലെല്ലാം? തീർച്ചയായും ഇപ്പൊ കുറഞ്ഞ വോട്ടുകൾ തോറ്റുന്ന നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താമരക്കുളം ഡിവിഷനാണ്. താമരക്കുളം ഡിവിഷനിൽ യുവമോർച്ചയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രണവാണ്. നല്ല മത്സരവും നല്ല പോരാട്ടവും. അവിടെ സംബന്ധിച്ച് നമ്മൾ ഇരട്ടിയിലധികം ഇപ്പൊ 2020 കിട്ടിയതിന്റെ ഇരട്ടിയോളം വോട്ട് അവിടെ കിട്ടി. അവിടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ ഏരിയ സെക്രട്ടറി പോലുള്ള പ്രധാനപ്പെട്ട നേതാവാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള അവരുടെ മേയർ സ്ഥാനാർത്ഥി വളരെ നേണ്ട 100 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അപ്പം ആ സീറ്റുമൊക്കെ ജയിക്കേണ്ട സീറ്റ് തന്നെയായിരുന്നു. പിന്നെ നോക്കുന്ന കോയിക്കൽ ഡിവിഷൻ, അവിടെയും കുറച്ച് വോട്ടിന്റെ ഡിഫറൻസിലാണ് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഹരീഷ് തക്കടം പരാജയപ്പെട്ടത്. അപ്പം ആ നിലയിൽ നമ്മൾ ഒരു 5-6 സീറ്റ് കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ തോൽവിയെ സംബന്ധിച്ചും നമ്മളത് പരിശോധിക്കും. തോൽവി വന്ന സ്ഥലത്തും വിജയം വന്ന സ്ഥലത്തും ഒക്കെ അതിനെ സംബന്ധിച്ചൊരു നിയമസഭയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും നിയമസഭയിൽ നിരവധി സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചാത്തന്നൂരായാലും കരുനാഗപ്പള്ളിയിലായാലും, കരുനാഗപ്പള്ളിയിലൊക്കെ വലിയ മുന്നേറ്റം. ചാത്തന്നൂർ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം 49,000 വോട്ട് ശോഭാ സുരേന്ദ്രൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വാങ്ങി. കുണ്ട്ര നിയമസഭാ മണ്ഡലമായാലും അങ്ങനെ കൊല്ലം നോക്കുന്ന സമയത്ത് കൊല്ലത്ത് ഒട്ടനവധി സാധ്യത. കൊല്ലത്ത് നിന്ന് MLA ബിജെപിയുടെ വിജയ ഫോർമുല ചിട്ടയായ പ്രവർത്തനമാണോ, ഞങ്ങളുടെ ഈ ഭരണവിരുദ്ധ വികാരമാണോ? വികസിത കേരളം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ചിട്ടയോടുകൂടിയുള്ള ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ച്, ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ചിട്ടയായ പ്രവർത്തനം. അത് പോളിംഗ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തുടങ്ങിയ പ്രവർത്തനമല്ല. ഏതാണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ തുടങ്ങി. അടിവരയിട്ട് ചോദിക്കുകയാണ്, പ്രതിപക്ഷത്തിരിക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കും, ഭരണപക്ഷമാണെങ്കിൽ ഭരണപക്ഷത്തിരിക്കും. ആ സാഹചര്യത്തിൽ തന്നെയാണോ ഒത്തുതീർപ്പുകൾ ഉണ്ടാകില്ലായിരിക്കും? ഒരു ഒത്തുതീർപ്പും ഉണ്ടാവില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, കോർപ്പറേഷനിൽ ഒരു നിർണായക ശക്തിയായി BJP മാറും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അത് തന്നെ കോർപ്പറേഷൻ നിർണായക ശക്തിയായി നമ്മൾ മാറി. ഇപ്പം ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം വെച്ച് നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് 2 സീറ്റ് കൂടി വേണ്ടിവരും. പക്ഷേ ഒരുപക്ഷെ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് തന്നെ ഭരിക്കാനാണ് സാധ്യത കൂടുതലുമുള്ളത്. ആദ്യമായി സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗങ്ങളെ അടക്കം ലഭിക്കാൻ പോവുകയാണ്. സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കിട്ടും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമാണ് ഈ തെരഞ്ഞെടുപ്പിന്. പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷത്ത്, ഭരണത്തിൽ വരണമെങ്കിൽ ഭരണത്ത്. പക്ഷേ ആരുമായി ഐക്യപ്പെടലുകൾ ഉണ്ടാകില്ല. ശക്തമായി തന്നെ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ അവിടെ തന്നെ നിൽക്കും. പ്രതിപക്ഷത്താണെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായി തുടരും എന്നുള്ളതാണ് BJP ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. കൊല്ലത്തുണ്ടായത് വൻ മുന്നേറ്റമാണ്. ആ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.